സഹോദരന്മാരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമസ്കാരത്തിൽ നിർവഹിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടാറുണ്ടായിരുന്നു, കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. ദുബറസ്വലവാത്തി, നമസ്കാരങ്ങൾക്ക് പിറകെ, നമസ്കാരങ്ങളുടെ അവസാനത്തിൽ അവിടുന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. ബിഹാ ഉലാഇൽ കലിമാത്ത്, ഈ വചനങ്ങളിലൂടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ അൻ നുറദ്ദ ഇലാ അർദലിൽ ഉമർ വ അഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ. ഈ വചനങ്ങളിലൂടെ 5 കാര്യങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടാറുണ്ടായിരുന്നു. കാന യതഅവ്വദു ദുബറസ്സലവാത്ത്, നമസ്കാരത്തിൻ്റെ പിറകിൽ അഭയം തേടാറുണ്ടായിരുന്നു. ഹദീസുകളിൽ ദുബറസ്സലവാത്ത് എന്ന പ്രയോഗം ദിക്റുകളെ സംബന്ധിച്ചും പരാമർശിക്കുന്നുണ്ട്, പ്രാർത്ഥനകളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അപ്പം നമസ്കാരത്തിൻ്റെ ദുബറുകളിൽ പിറകെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ ചൊല്ലാൻ പ്രവാചകൻ നിർദ്ദേശിക്കുകയും പതിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നമസ്കാരത്തിൻ്റെ അവസാനങ്ങളിലുള്ള ദുആകളും ഇതേ പ്രയോഗത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ദുബറസ്സലവാത്ത്, നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നൊരു കാര്യമുള്ളത്, പ്രാർത്ഥനകളാണെങ്കിൽ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ്, ദിക്റുകളാണെങ്കിൽ സലാം വീട്ടിയ ശേഷം. ഇതാണ് ഇതിലൊരു തത്വമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഖാന യതഅവ്വദു, പ്രവാചകൻ തഅവ്വുദ്, അഭയം തേടാറുണ്ടായിരുന്നു. ഇതൊരു പതിവാണ് എന്നർത്ഥം. വല്ലപ്പോഴും അഭയം തേടിയിട്ടുള്ള കാര്യമല്ല. സാധാരണഗതിയിൽ നമസ്കാരത്തിൻ്റെ അവസാനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അള്ളാഹുവിനോട് അഭയം ചോദിക്കാറുണ്ടായിരുന്നു. 5 കാര്യങ്ങളാണ് ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനോട് രക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, അല്ലാഹുവേ, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ആദ്യമായി പ്രവാചകൻ അഭയം തേടിയ 2 കാര്യം, ഒന്ന് ജുബ്നാണ്. ജുബ്ന് എന്ന് പറഞ്ഞാൽ ഭയം, ഭീരുത്വം. ബുഖല്, പിശുക്ക്, ലുബ്ധത. ഇവ 2ൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന 2 കാര്യങ്ങളാണ്. ഭീരുത്വമാണെങ്കിലും പിശുക്കാണെങ്കിലും മനസ്സിനെയാണത് ബാധിക്കുന്നത്. മനസ്സിനത് സ്വാധീനിക്കുന്നതിനനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ പ്രതിഫലനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം. ഒരു മനുഷ്യന് അന്തസ്സും അഭിമാനത്തിലും ജീവിക്കണമെങ്കിൽ ധീരത ഉണ്ടായിരിക്കണം. സത്യം പറയേണ്ടിടത്ത് സത്യം പറയാൻ കഴിയണം. ശത്രുവിൻ്റെ മുന്നിലാണെങ്കിലും പോരാട്ടം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ധീരമായ രീതിയിൽ പോരാട്ടത്തിന് കഴിയണം. അവിടെ ഭയന്ന് വിറച്ച് ഭീരുത്വമുള്ളവനായി മാറിയാൽ ആ വ്യക്തിക്ക് അങ്ങനെയുള്ള സമൂഹത്തിന് അന്തസ്സോടുകൂടെ ജീവിക്കാൻ കഴിയില്ല, അഭിമാനമുള്ളവരായി തീരാൻ കഴിയില്ല. അതുകൊണ്ട് അന്തസ്സും അഭിമാനവുമുള്ള ഒരു സമൂഹമാകണമെങ്കിൽ വ്യക്തി മനസ്സുകളിൽ ധീരത ഉണ്ടായിരിക്കണം. അതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ മഹാഗുണങ്ങളിൽപ്പെട്ടതാണ് ഷജാഅത്ത്, ധീരത എന്നത്. വൽ ബുഖൽ, രണ്ടാമത്തത് ലുബ്ധതയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
മനുഷ്യന്റെ കയ്യിൽ സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നാലും പിശുക്കനായി കഴിഞ്ഞാൽ അവനത് ഉപകരിക്കുന്നില്ല, അവൻ്റെ കുടുംബത്തിന് ഉപകരിക്കില്ല, സമൂഹത്തിനും ഉപകരിക്കില്ല. അതാണ് പിശുക്കൻ്റെ കയ്യിലുള്ള ധനത്തിൻ്റെ അവസ്ഥ. അധ്വാനിക്കുന്നു, ഉറക്കൊഴിയുന്നു, പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ശേഖരിച്ചിട്ടുണ്ട്, കണ്ടിരിക്കുകയല്ലാതെ അത് ഉപയോഗിക്കാനുള്ള തൗഫീഖ് ആ മനുഷ്യനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബഖീലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതം ഏറെ വിഷമിക്കുന്നവനാണ്. ദരിദ്രനാണ്, ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നുവെങ്കിൽ അവന് ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഇയാൾക്ക് ഉള്ളത് കൊണ്ട് ഉപയോഗിക്കാൻ അനുഗ്രഹം ലഭിക്കാത്തവനാണ് ബഖീൽ, പിശുക്കൻ. അങ്ങനെയുള്ള പിശുക്കൊരാളുടെ ജീവിതത്തിലുണ്ടായിട്ട് ഈ ജീവിതത്തിൽ അയാൾക്കൊന്നും ഉപകരിക്കുന്നില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നത് മിൻ അൻ ഉറദ്ദ, എന്നെ മടക്കപ്പെടുന്നതിൽ നിന്നാണ്, ഇലാ അർദലിൽ ഉമർ, വയോവാർദ്ധക്യത്തിലേക്ക്, വയോവാർദ്ധക്യഘട്ടത്തിലേക്ക് മടക്കപ്പെടുന്നതിൽ നിന്ന് നിന്നിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ്. നമ്മൾ ഓർക്കാത്ത, അള്ളാഹുവിനോട് അഭയം തേടേണ്ട ഒരു പ്രധാന വിഷയമാണിത് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇക്കാലത്ത്. ഇന്ന് വാർദ്ധക്യമൊന്നും ആവേണ്ടതില്ല. 50ഉം 60ഉം പിന്നിട്ട് ആരോഗ്യത്തിന് ക്ഷീണം വന്നാൽ പോലും നോക്കാൻ ആളില്ലാത്ത ഒരു ചുറ്റുപാടാണെന്നുള്ളത്. ജീവിത തിരക്കുകളാണ്, തൊഴിൽ മേഖലകളിൽ പല വിദൂരങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ സീനിയറായ ആളുകളെ പരിചരിക്കാനോ നോക്കാനോ കഴിയാത്ത ഒരു ചുറ്റുപാടുമുണ്ട്. പരിചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോൽക്കും സ്വന്തക്കാരെ പരിചരിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധസദനങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ അഭയം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വയോവാർദ്ധക്യം എന്നത്. ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയണം. അതാണ് വലിയൊരു നിഅമത്ത്. അടുത്ത പ്രാർത്ഥന, ദുനിയാവിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്നാണ്. ഭൗതികതയുടെ പരീക്ഷണം. പരീക്ഷണങ്ങളിൽ മനുഷ്യൻ അകപ്പെടുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന വലിയ ഒരു പരീക്ഷണമാണ് ദുനിയാവ്. ദുനിയാവിന് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ദുനിയാവിന് വേണ്ടി പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്. നമുക്ക് സമൂഹത്തിൽ എല്ലാത്തരം ആളുകളെയും കാണാവുന്നതാണ്. പരലോകത്തെ അവഗണിക്കുകയും ഭൗതിക ജീവിതവും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അവയൊക്കെ നേടി ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ദുനിയാവ് പരീക്ഷണമായി തീരുകയാണ്. പരീക്ഷണമായി തീരുമ്പോൾ അത് സമ്പാദിക്കുന്നതിൽ ഹലാലും ഹറാമും നോക്കാറില്ല. അത് ചെലവഴിക്കുന്നിടത്ത് ഹറാമിൻ്റെയും ഹലാലിൻ്റെയും മാർഗമാണെന്ന് നോക്കുന്നില്ല. ഏത് വഴിയിലൂടെയും എങ്ങനെയും ചെലവഴിക്കുന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെ ചെലവഴിച്ച് ശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടാക്കുന്നതിനും ഹലാലിൻ്റെയും അതിർവരമ്പുകൾ നോക്കില്ല. ഇങ്ങനെ ദുനിയാവ് പരീക്ഷണമായി തീരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. 5ാമതായി പ്രവാചകൻ നടത്തുന്ന പ്രാർത്ഥന വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ. ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതം, ദുനിയാവിലെ ജീവിതം, അതാണ് കർമ്മജീവിതം. മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ്. ബർസഖിയായ ലോകം, നമുക്കറിഞ്ഞുകൂടാത്ത, നമ്മുടെ ചിന്തകൾക്കും ആലോചനകൾക്കും അതീതമായ ഒരു ലോകമാണ് മരിച്ചതിന് ശേഷമുള്ള ആത്മീയമായ ആ ലോകം. ആ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന 2-1. ദുനിയാവിലെ ജീവിതം നന്മ നിറഞ്ഞതായിരുന്നുവെങ്കിൽ ഖബർ ജീവിതവും അനുഗ്രഹീതമായി തീരുന്നു. ദുനിയാവിലെ ജീവിതം തിന്മയുടേതാണെങ്കിൽ മരണാനന്തരമുള്ള ഖബർ ജീവിതവും ദുരിതപൂർണമായി തീരുകയാണ്. മരിക്കുന്ന എല്ലാ മനുഷ്യരോടും തീർച്ചയായും പരലോകത്ത് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിന്റെ റബ്ബ് ആരാണ്? നിന്റെ മതം ഏതാണ്? നിന്റെ പ്രവാചകൻ ഏതാണ്? നിന്റെ ഇമാമ് നിനക്ക് കിട്ടിയ വേദഗ്രന്ഥം ഏതാണ്? ഇത് ഓരോ ഉമ്മത്തിനോടും ചോദ്യമുണ്ട്. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട പ്രവാചകന്റെ സമൂഹത്തിൽപ്പെട്ട ആളുകളോടും ഈ ചോദ്യമുണ്ട്. സത്യവിശ്വാസിയാണെങ്കിൽ അവന് പറയാൻ കഴിയും, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, മുഹമ്മദാണ് എൻ്റെ റസൂല്, ഖുർആനാണ് എൻ്റെ ഇമാമ്, ഇസ്ലാമാണ് എൻ്റെ മതം എന്ന് ഉത്തരം പറയാൻ കഴിയും. മറിച്ച് കപടവിശ്വാസിയായ മുനാഫിക്കോ അതല്ലെങ്കിൽ സത്യനിഷേധിയായ കാഫറോ ആണെങ്കിൽ അവൻ ഉത്തരം പറയാൻ കഴിയില്ല. ആഹ് ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ എന്നവൻ പറയുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നരകീയമായൊരു ജീവിതം അവിടെ മുതൽ ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നടത്തിയ ഈ 5 കാര്യങ്ങളിൽ ശരണം തേടുക, അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് നമസ്കാരങ്ങളുടെ അവസാനത്തിൽ ഈ അഭയതേട്ടം നടത്തിയിരുന്നു. ഖാന യതഅവ്വദു ദുബറ സ്വലവാത്ത്, എല്ലാ നമസ്കാരങ്ങളുടെയും പിറകിൽ അവസാനത്തിൽ ബിഹാ ഉലായിൽ ഖലിമാത്ത്, ഈ വചനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, അള്ളാഹുവേ പിശുക്കിൽ നിന്നും ഭീരത്വത്തിൽ നിന്നും നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, വയോവാർദ്ധക്യത്തിലേക്ക് തിരിച്ച് മടങ്ങി പടക്കപ്പെടുന്നതില്ലെന്ന് നിന്നിൽ രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ, ദുനിയാവിൻ്റെ ഭൗതികതയുടെ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ, ഖബറിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി അള്ളാഹുവിനോട് അഭയം ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ഈ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യേണ്ടതാണ്.